ഒരു ക്രിസ്മസ് ദിനം ആഘോഷകരമാക്കാൻ ഒരു കുടുംബം തീരുമാനിച്ചു. അവർ പ്രതീക്ഷിച്ചത് യേശുവിനെ തന്നെയാണ്. യേശു അവരുടെ വീട്ടിലേക്ക് വരും. അത് പ്രതീക്ഷിച്ച് വലിയ ഒരുക്കങ്ങളാണ് അവർ നടത്തിയത്. വളരെ ഉച്ചയായപ്പോൾ സദ്യവട്ടങ്ങളെല്ലാം ക്രമീകരിച്ചു. അവർക്കറിയാം യേശു കടന്നു വരും. അങ്ങനെ ഒരു പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ദരിദ്രനായ ഒരു മനുഷ്യൻ ആ വീട്ടിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ അവർ ആട്ടി ഓടിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, യേശു ഇവിടേക്ക് വരുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ദാണ്ട് വസ്ത്രമെല്ലാം കീറിപ്പറിഞ്ഞ് ശരീരത്തിലെല്ലാം ക്ഷീണിതനായ ഒരു മനുഷ്യൻ വന്നു ആഹാരത്തിനു വേണ്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ സമയമില്ല, വലിയൊരു അതിഥി വരികയാണ്. ആ അതിഥി വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അദ്ദേഹത്തെ മാറ്റി ഓടിച്ചു. മൂന്നാമത് വന്നൊരു പ്രായമുള്ള വൃദ്ധയായ മാതാവാണ്. ആ മാതാവിനെ മാറ്റി ഓടിച്ചു പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നിൽക്കരുത്, യേശു ഇവിടേക്ക് വരികയാണ്. അങ്ങനെ യേശുവിനെ പ്രതീക്ഷിച്ച ആ വീട്ടുകാരിരുന്നെങ്കിലും സമയം വൈകി, യേശു എത്തിയില്ല. ആഹാരമെല്ലാം വിളമ്പി വെച്ചു, യേശു എത്തിയില്ല. അപ്പോഴാണ് ഈ മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു പ്രതിധ്വനി താൻ കേൾക്കുകയാണ്, യേശുവെ നീ എന്താ വൈകുന്നത്, നീ എന്താ വരാത്തത്? അപ്പോഴാണ് യേശു തന്നോട് നന്നായി പറഞ്ഞത്, ആ വന്ന വൃദ്ധനും ആ വൃദ്ധയായ മാതാവും എല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്നെ നിങ്ങൾ പുറത്താക്കിയില്ലേ? ഈ ചെറിവിൽ ഒരാൾക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനാകുന്നു ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ഒത്തിരി പണച്ചെലവിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണെന്നോ യേശു ജനിച്ചെന്നോ അറിയാൻ വയ്യാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആദ്യത്തെ ക്രിസ്മസ് ആരാണ് ആഘോഷിച്ചത്? മറ്റാരുമല്ല, യേശുവിൻ്റെ അമ്മ മറിയ തന്നെയാണ്. തൻ്റെ ഉദരത്തിൽ ഒരു ശിശു ഉടലെടുത്തിരിക്കുന്നു. തൻ്റെ ഉദരത്തിൽ ലോകരക്ഷകൻ ഉടലെടുത്തിരിക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുകയാണ്, ക്രിസ്മസ് ആരംഭിക്കുകയാണ്. എപ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്? ക്രിസ്മസ് എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യേശുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി കർത്താവായി യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. യേശു ഇല്ലാത്ത ക്രിസ്മസ് വെറും പടക്കങ്ങളും ദീപാലങ്കാരങ്ങളുമായി മാത്രം തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്ത യേശുവിന് എൻ്റെ ഹൃദയം കൊടുക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം യേശുവിനായിരിക്കണം. എൻ്റെ തീരുമാനങ്ങൾ പ്രധാനം യേശുവിനായിരിക്കണം. എൻ്റെ വീട്ടിലും എൻ്റെ ജോലി സ്ഥലത്തും പ്രധാനം യേശുവിനായിരിക്കണം. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ എന്നും നിങ്ങളിൽ ക്രിസ്മസ് നിലനിൽക്കും. എന്നും യേശു ജനിച്ചുകൊണ്ടേയിരിക്കും. യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ നമുക്ക് ക്രിസ്മസ് യഥാർത്ഥത്തിൽ ആഘോഷിക്കാൻ കഴിയും. മറിയയുടെ ഉദരത്തിൽ യേശു ജനിക്കുമ്പോൾ ലോകമെല്ലാം ആശ്ചര്യത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? മറിയ പറയും, ദൈവത്താൽ സംഭവിച്ചു. മറിയയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറിയ ദൂതനോട് ചോദിക്കുന്നു, എങ്ങനെ ഇത് സംഭവിക്കും? എന്നാൽ ഇന്ന് ലോകമെല്ലാം മറിയെ നോക്കി ചോദിക്കുന്നു, എങ്ങനെ സംഭവിച്ചു? അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ നിശ്ചയമായിട്ടും ഓർക്കണം, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ കാണും. എന്നാൽ യഥാർത്ഥത്തിൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. ലജ്ജയും അപമാനവും തള്ളപ്പെടലും ഏറ്റവളായി യേശുവിൻ്റെ അമ്മ മറിയ സമൂഹത്തിൽ തള്ളപ്പെട്ടു പോയെങ്കിലും അവൾ ആദരിക്കപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവിന് വേണ്ടി അവൾ നിന്നേറ്റത് കൊണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കർത്താവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെടുകയും ലജ്ജിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. നിരാശപ്പെട്ടു പോകേണ്ട. നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ടുന്ന, കഷ്ടമനുഭവിക്കുന്ന, യേശുവിനെ അറിയാത്ത, അല്ലെങ്കിൽ ക്രിസ്മസ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. അവരെ ഒന്ന് സഹായിക്കാൻ, ഒരു കൈ നീട്ടാൻ, ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു ചെറിയ സഹായം കൊടുക്കാൻ, അവരുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെക്കുമെങ്കിൽ അവിടെ ചില വീടുകളിൽ ക്രിസ്മസ് ആരംഭിക്കും. ചില ജീവിതങ്ങളിൽ യേശുവിന് സ്ഥാനമുണ്ടാകും. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. അതെ, ക്രിസ്മസ് കാലത്ത് നമുക്കും മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരെ കൈത്താങ്ങാം. നമ്മൾ വിപുലമായ പാർട്ടികൾ നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതുവരെ യേശു ആരാണെന്നോ ക്രിസ്മസ് എന്താണെന്നോ അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു ബൈബിൾ കൊടുക്കാം, ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാം. എന്നിട്ട് പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ മുടിവെട്ടാൻ പോകുന്ന ബാർബർ ഷോപ്പിലേക്ക് ചെല്ല്, ഒരു കേക്ക് കൊടുക്കാം. അവരും അറിയട്ടെ യേശു ജനിച്ചെന്ന്, അവരും അറിയട്ടെ ലോകരക്ഷകൻ ജനിച്ചെന്ന്. അതെ, ക്രിസ്മസ് എല്ലാവർക്കും ഉള്ളതാണ്. യേശു എല്ലാവർക്കും വേണ്ടിയാണ്. സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് യേശു. ആ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ നമുക്കൊരുമിച്ച് ഉത്സാഹിക്കാം. ഗോഡ് ബ്ലെസ് യു.